ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ഒരു ബോണ്ടയാണ്. നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന, തട്ടുകടയിലൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഉരുളക്കിഴങ്ങ്. അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും. ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് ഒരു 9 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് പുഴുങ്ങിയിരിക്കുന്നത്. 2 വിസിൽ വന്നിട്ട് ആവയെല്ലാം പോയ ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്മാഷ് ചെയ്യുമ്പോൾ ഞാൻ ഇതൊരു ഫോർക്ക് കൊണ്ടാണ് സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എന്താണ് കട്ടിക്കൊക്കെ കിടക്കുന്നത്, അല്ലാതെ കംപ്ലീറ്റ് സ്മാഷ് ചെയ്ത് എടുത്തിട്ടില്ല. അപ്പം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും. അപ്പോൾ സവോള ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ പച്ചമുളക് 4 എണ്ണം ചേർക്കുന്നുണ്ട്. 9 പൊട്ടറ്റോ എടുത്തത് കൊണ്ടാണ് ഞാനിവിടെ 4 പച്ചമുളക് ചേർക്കുന്നത്. നിങ്ങൾ കുറച്ചെടുക്കുക, അതിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി, നിങ്ങളുടെ എരിവനുസരിച്ച്. പക്ഷേ നമുക്ക് ഇങ്ങനെ ബോണ്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലോണം വഴന്ന് വരണം. ഞാൻ അതിലേക്കാണെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് നല്ല മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അതുപോലെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എങ്ങനെയാണ് ഞാൻ പൊട്ടാറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ പീസായിട്ടൊക്കെയാണ്, കംപ്ലീറ്റ് സ്മാഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഫോർക്ക് വെച്ചിട്ട് സ്മാഷ് ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ കിട്ടും. നമ്മൾ കടയിൽ നിന്ന് ബോണ്ട വാങ്ങിക്കുമ്പോൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്മാഷ് ചെയ്തല്ലോ കിട്ടുന്നത്, ചെറുതൊക്കെ കടിക്കാൻ കിട്ടില്ല. അതേപോലെ തന്നെ വേണം ഇതും ചെയ്യാൻ. അപ്പോൾ ഇത് നല്ലവണ്ണം ഈ പൊട്ടാറ്റോ ഇതിൽ മിക്സ് ആവത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ മസാല നല്ലപോലെ പിടിച്ച് ഉള്ളിയും ഈ ഉരുളക്കിഴങ്ങുമായിട്ട് നല്ലോണം യോജിക്കണം. അത് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് വെള്ളം ചേർക്കരുത്, പിന്നീട് അത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അല്പം മാത്രം വെള്ളം, ഇതൊന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടി മാത്രം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മിക്സ് റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയായി. അത് തണുക്കാൻ വെക്കുക എന്നുള്ളതാണ്. പിന്നീട് ഒരു നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടുള്ള സമയത്ത്, അതായത് ഏകദേശം ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്കത് ഉരുളയാക്കി എടുക്കാം. ബോണ്ട ഉണ്ടാക്കിയ ശേഷമാണെങ്കിൽ ചൂടോട് കൂടി കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ആറിക്കഴിഞ്ഞാൽ അത്രയും ബോണ്ടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ബോണ്ടയുടെ മിക്സൊക്കെ ആണെങ്കിൽ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഉരുട്ടി തുടങ്ങി. അപ്പം ഇത് കയ്യിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നു എന്നൊരു ഇതുണ്ട്. ഒരെണ്ണം ഉരുട്ടി കഴിഞ്ഞിട്ട് അടുത്തത് കയ്യിൽ പറ്റി പിടിക്കുന്നത് അല്പം വെള്ളം കയ്യിൽ തേച്ചിട്ട് ഉരുട്ടിയാലും മതി. ഒരുപാട് ചെറുതോ ഒരുപാട് വലുതോ ആക്കാൻ ശ്രമിക്കാതിരിക്കുക. എപ്പോഴും ഒരു മീഡിയം സൈസിൽ ഉരുട്ടുന്നതായിരിക്കും നല്ലത്. ഉരുളക്കിഴങ്ങ് മിക്സ് എല്ലാം ആണെങ്കിലും ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരളവിനാണെങ്കിൽ എനിക്ക് 20 ഉരുളയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു 9 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 1-2 മാത്രമേ വലുതായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 5 ഉരുളക്കിഴങ്ങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഏകദേശം ഈ ഒരളവിന് കിട്ടും. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉരുട്ടി എടുക്കുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൈ നനച്ച ശേഷം ഇതേ സൈസിൽ ഉരുട്ടിയെടുത്താൽ മതിയാവും. നമുക്ക് ബോണ്ട മുക്കിയെടുക്കാനുള്ള പൊരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കോട്ടിങ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ കോട്ടിങ് കടലമാവ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. ഞാനിവിടെ വാങ്ങിക്കുന്ന അരിപ്പൊടി തന്നെയാണ് ചേർക്കുന്നത്. തരിയുള്ളതോ തരിയില്ലാത്തോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു സ്പൈസിനെസ്സിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി, പിന്നെ കായപ്പൊടി നിർബന്ധമാണ്. അല്പം കായപ്പൊടി ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട. ഇത്രയും
ചേർത്ത ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പം ഇതിന് എരി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ഏത് കപ്പിനാണോ പൊടിയെടുത്തത് അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ചേർക്കുന്നത്. അതിന് കുറച്ചൊഴിച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സ്പൂൺ വെച്ച് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്പം പോലും കട്ട ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത ശേഷം പിന്നീട് കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നാമത്തെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സായി വരത്തുള്ളൂ. അപ്പം തരിതരിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇതിലേക്ക് മുക്കി പൊരിക്കുമ്പോഴും ചിലപ്പോൾ കടലമാവ് വേവാതെ കിടക്കും. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നിടം വരെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളതും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഒരുപാട് ഉപ്പാവാൻ പാടില്ല. കാരണം നമ്മുടെ പൊട്ടറ്റോ മിക്സിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒത്തിരി ഉപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടയ്ക്ക് അത്ര ടേസ്റ്റൊന്നും കാണില്ല, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കുകയാണ്. ഏകദേശം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു ചെറിയ ഇരുമ്പിൻ്റെ ചിരിച്ചുട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കാരണം ഇതിനുള്ളിലെ മിക്സൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ പുറത്തെ കോട്ടിങ് മാത്രം നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് മുക്കി പൊരിക്കാനുള്ള മിക്സ് ഉണ്ടാക്കിയല്ലോ, കടലമാവിൻ്റെ മിക്സ്. ആ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും കട്ട കെട്ടാതെ ലംസ് ഇല്ലാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് ചായയുടെ കൂടെ ഇങ്ങനൊരു ബോണ്ട കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും കഴിക്കാൻ. ഭയങ്കര ടേസ്റ്റായിരിക്കും കഴിക്കാൻ. നമ്മൾ സാധാരണ ചായക്കടയിലൊക്കെ പോയി കഴിക്കും. ചില സമയത്ത് നല്ല ചൂട് ബോണ്ട കിട്ടും. പക്ഷേ ചില സമയത്താണെങ്കിൽ നമുക്ക് തണുത്തായിരിക്കും. പൊതുവേ എനിക്ക് തണുത്തിട്ടത് കഴിക്കുന്നത് അത്ര ഇഷ്ടമാവാറില്ല. പിന്നെ നിങ്ങൾ മാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാവ് എടുക്കാൻ ശ്രമിക്കുക. കാരണം ഒത്തിരി കട്ടി കൂടിപ്പോയാലും അത് മാവ് ശരിയായിട്ട് പിടിക്കില്ല, കട്ടി കുറഞ്ഞാലും അതിൽ പിടിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴാണെങ്കിൽ എന്താണ് മാവ് എല്ലാ സൈഡിലും കോട്ട് ആയിട്ടുണ്ട് എന്നും കൂടി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ എണ്ണയിലേക്ക് ഇടാൻ പാടുള്ളൂ. ഈ എണ്ണയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെളിച്ചെണ്ണ കയ്യിലുള്ളത് കൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മളിതിങ്ങനെ തിരിച്ച് ഇട്ടുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരുപാട് സമയമൊന്നും കുക്കാവേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ടാണ് കുറച്ചിട്ടത്. പിന്നെ പാത്രവും ചെറുതാണല്ലോ എൻ്റെ. വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം 5-6 ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ പാത്രം വളരെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പും എരിയൊക്കെ കറക്റ്റാണോ എന്നറിയാൻ. പിന്നെ എന്തെങ്കിലും മാവിൽ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ ബാച്ച് ഇടാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇതിപ്പം പൊട്ടറ്റോ മാത്രം ഇങ്ങനെ തയ്യാറാക്കണമെന്നൊന്നുമില്ല. നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന കോളിഫ്ലവർ പക്കോടയില്ലേ, നമ്മൾ ഈ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ബജ്ജി പോലെ കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കി വെക്കും. അതും ഇതേ മാവിൽ തന്നെ മുക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വേറെ ഒന്നും ഞാനങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. കോളിഫ്ലവർ മാത്രമേ ഞാനിങ്ങനെ പൊരിച്ചെടുത്ത് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മുടെ ആദ്യത്തെ ബാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി അടുത്ത ബാച്ച് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു കളറാവുന്ന സമയത്ത് നിങ്ങളിതിങ്ങനെ കോരിയെടുത്താൽ മതി.
അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് മാവ് അതിൽ സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളിങ്ങനെ കോരിയെടുക്കണം കേട്ടോ. നിങ്ങളെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നതാണ്. ഈ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള ബോണ്ടയും കൂടി ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.